മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പര കടൽ കടന്ന കനൽ വഴികൾ, ചരിത്രവിചാരം, പാഠവും പൊരുളും 16ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് 18ാമത്തെ പാഠമാണ് നമ്മൾ പഠന വിധേയമാക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. സഭയുടെ ഏറ്റവും മനോഹരമായ ചരിത്രം ഗ്രഹിക്കുവാനും ആ ചരിത്ര താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്ന് എത്തിയത് എന്ന്, നമ്മുടെ പൂർവികരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ചരിത്ര പഠനം കൂടുതൽ സാധിക്കുന്നതിന് കാരണമായി തീരട്ടെ. ഈശോയുടെ പ്രത്യേകമായ സംരക്ഷണം ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പഠനങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് വർത്തമാന പുസ്തകം പഠിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ ഒരുക്കങ്ങളെയും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പൂർവികർ സഹിച്ച, സഭയെ സ്നേഹിച്ചവർ സഹിച്ച വേദനകളും അവരുടെ നിലപാടുകളുമെല്ലാം സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ നന്മയ്ക്കും ഉതകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സഭയുടെ നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുവാൻ ഉള്ള ബുദ്ധിയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ക്ലാസ് 18ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 113 മുതൽ 118 വരെയുള്ള പേജുകളിലാണ് ഈ പാഠഭാഗം കാണുക. എന്നും സൂചിപ്പിക്കുന്ന പോലെ തന്നെ വർത്തമാന പുസ്തകത്തിൻ്റെ ഭാഗം കൂടി വായിച്ചു പോകണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർക്കുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുമല്ലോ. എപ്പോഴും പാഠപുസ്തകത്തോട് ചേർന്നിരുന്നു കൊണ്ട് വേണം പാഠപുസ്തകം ഒന്നും വായിക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് ഒന്ന് കേൾക്കുക, അതിനുശേഷം ഒന്ന് പാഠപുസ്തകം വായിക്കുക, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി പാഠപുസ്തകം വായിച്ചാൽ ഇതിൻ്റെ ചരിത്രം മനോഹരമായി നമുക്ക് മനസ്സിലാക്കാനും അത് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുമല്ലോ. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകമെന്ന വിശ്വപ്രസിദ്ധമായ യാത്രാവിവരണത്തിലെ 18ാം പാഠത്തെ ആസ്പദമാക്കി ഉദയഗിരി കോട്ട സന്ദർശനവും തുടർന്നുള്ള യാത്രയും താഴെ പറയുന്ന 5 പോയിൻറ്റുകളിലായിട്ട് വിശദീകരിക്കുകയാണ്. 1. ഉദയഗിരി കോട്ടയും വേണാട് കപ്പിത്താനും. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വിശ്വസ്തനും സൈന്യാധിപനുമായിരുന്ന ഫ്രഞ്ചുകാരൻ എവുസ്താക്കിയോ ബെനഡിക്തോസ് ലെണുവെ താമസിച്ചിരുന്ന ഇടമായിരുന്നു ഉദയഗിരി കോട്ട. അദ്ദേഹത്തിൻ്റെ സൈനിക സേവനങ്ങളെ മാനിച്ച് രാജാവ് നൽകിയ വേണാട് വലിയ കപ്പിത്താൻ എന്ന പദവിയും കോട്ടയിലെ താമസ സൗകര്യവും അദ്ദേഹത്തിൻ്റെ പ്രതാപത്തെ സൂചിപ്പിക്കുന്നു. കപ്പിത്താൻ മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് രാജാവ് ആദരവ് നിലനിർത്തിയിരുന്നു. കോട്ടയ്ക്കുള്ളിലെ പ്രവേശനവും സ്വീകരണവും. കരിയാറ്റിൽ മൽപ്പാനും സംഘവും ഉദയഗിരിയിലെത്തിയപ്പോൾ കാവൽക്കാർ ആദ്യം പ്രവേശനം നിഷേധിച്ചു. എന്നാൽ സംഘത്തിലുണ്ടായിരുന്ന ചാക്കോ കത്തനാർക്ക് കപ്പിത്താൻ്റെ ഭാര്യയുമായുള്ള മുൻപരിചയം തുണയായി. കപ്പിത്താൻ്റെ ഭാര്യ ഇടപെട്ട് പുതിയ കോട്ടത്തലവനിൽ നിന്നും അനുവാദം വാങ്ങി നൽകുകയും ആംഗ്ലോ ഇന്ത്യക്കാരനായ മത്തായി എന്ന യുവാവ് അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും ഭക്ഷണവും പള്ളിയിൽ ഏർപ്പാടാക്കി നൽകുകയും ചെയ്തു. നന്ദി സൂചകമായി നടന്ന റാസക്കുർബാന. തങ്ങളെ സഹായിച്ച കപ്പിത്താൻ്റെ കുടുംബത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനായി മരിച്ചുപോയ വലിയ കപ്പിത്താൻ്റെ ആത്മശാന്തിക്കായി സുറിയാനി ക്രമത്തിലുള്ള ആഘോഷപൂർവമായ റാസക്കുർബാന അവർ അർപ്പിച്ചു. അവിടുത്തുകാർക്ക് അപരിചിതമായിരുന്ന ഈ ശുശ്രൂഷ കാണാൻ കപ്പിത്താൻ്റെ കുടുംബവും പാതിരിമാരും എത്തിയിരുന്നു. കുർബാനയ്ക്ക് ശേഷം കുടുംബം നൽകിയ വിരുന്നും
ദക്ഷിണയും അവരുടെ സ്നേഹബന്ധത്തെ ദൃഢമാക്കി. 4. യാത്രയിലെ പ്രതിബന്ധങ്ങളും ദൈവിക സഹായവും. ഉദയഗിരി വിട്ട് തോവാളക്കോട്ട കടക്കുക എന്നത് ദുഷ്കരമായിരുന്നു. എന്നാൽ മത്തായിയുടെ സഹായത്താൽ സർവാധികാരിക്കാരൻ്റെ പ്രത്യേക ഉത്തരവ് അവർക്ക് ലഭിച്ചു. രേഖാമൂലമുള്ള അനുവാദം അവർക്ക് ലഭിച്ചു. ദൈവം തമ്പുരാൻ തൻ്റെ കൃപ കാട്ടി എന്നാണ് ഗ്രന്ഥകാരൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് പെരിയ തോവാളയിൽ വെച്ച് കാപട്യമുള്ളവനാണെങ്കിലും പുറമെ മാന്യനായ അന്തോണി ദ്വാർത്ഥി എന്ന പാതിരിയെ അവർ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ അതിഥികളാവുകയും ചെയ്തു. 5-ാമത്തെ കാര്യം, ജാതി മഹത്വവും യാത്രാക്ലേശവും. വീരപാണ്ഡ്യൻ പട്ടണത്തെ പാതിരി അവരെ അവഗണിച്ചപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികൾ തങ്ങളുടെ വംശജരായ, അതായത് ഇന്ത്യക്കാരായ വൈദികരെ ആദരവോടെ സ്വീകരിച്ചു. ഇതിനെയാണ് ജാതി മഹത്വം അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ വർഗസ്നേഹമെന്ന് ഗ്രന്ഥകാരൻ വിശേഷിപ്പിക്കുന്നത്. ഇതിനുശേഷം കഠിനമായ വെയിലും കള്ളന്മാരുടെ പേടിയും വകവയ്ക്കാതെ മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ കിലോമീറ്ററുകൾ താണ്ടി അവർ തൂത്തുക്കുടിയിൽ എത്തിച്ചേർന്നു. ഇത്രയും കാര്യങ്ങളാണ് 18-ാമത്തെ പാദത്തിൽ നമ്മൾ കാണുക. സൂചിപ്പിച്ചതുപോലെ വർത്തമാന പുസ്തകം വായിക്കുമല്ലോ. വളരെ ശ്രദ്ധാപൂർവം വായിച്ച് ക്ലാസ്സും കേട്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഉദയഗിരി കോട്ടയിൽ താമസിച്ചിരുന്ന വേണാട് വലിയ കപ്പിത്താൻ ആര്? എവുസ്താക്കിയോ ബെനദിക്തോസ് ലെണുവെ. ദിലനോയി ഏത് യുദ്ധത്തിലാണ് തടവുകാരനായി പിടിക്കപ്പെട്ടത്? 1741 കുളച്ചൽ യുദ്ധത്തിൽ. കപ്പിത്താൻ്റെ മരണശേഷം കുടുംബകാര്യങ്ങൾ നോക്കാനും മകളെ വിവാഹം കഴിക്കാനുമായി അവിടെ താമസിച്ചിരുന്നത് ആര്? മത്തായി എന്നു പേരുള്ള ഒരു കുപ്പായക്കാരൻ. ഉദയഗിരി കോട്ടയെ പ്രവേശിക്കാൻ സംഘത്തിന് ആദ്യം തടസ്സമായത് എന്തായിരുന്നു? കോട്ടത്തലവൻ്റെ അനുവാദം കൂടാതെ കാവൽക്കാർ അവനെ അകത്തേക്ക് വിട്ടില്ല. മരിച്ചുപോയ കപ്പിത്താൻ്റെ ഭാര്യയുമായി മുൻപരിചയമുണ്ടായിരുന്ന വൈദികനാര്? മുട്ടത്തുകാരൻ ചാക്കോ കത്തനാർ. കപ്പിത്താൻ്റെ ആത്മശാന്തിക്കായി സംഘം നടത്തിയ പ്രത്യേക പ്രാർത്ഥന ഏതാണ്? സുറിയാനി ക്രമത്തിലുള്ള റാസ കുർബാന. തോവാളക്കോട്ട കടക്കാൻ സഹായിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവ് ആരിൽ നിന്നാണ് മത്തായി വാങ്ങി നൽകിയത്? തോവാളക്കോട്ടയുടെ ഭരണാധിപനായ വലിയ സർവാധികാരിയിൽ നിന്നും. തൻ്റെ തിരുമനസ്സ് കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഗ്രന്ഥകാരൻ ഉദ്ധരിക്കുന്ന ബൈബിൾ ഭാഗം ഏത്? യോഹന്നാൻ 15:5. പെരിയ തോവാളയിൽ വെച്ച് സംഘം കണ്ടുമുട്ടിയ കാപട്യം നിറഞ്ഞവനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാതിരി ആര്? അന്തോണി ദ്വാർത്ഥി.
വീരപാണ്ഡ്യൻ പട്ടണത്തെ പാതിരി അവഗണിച്ചപ്പോൾ ജനങ്ങൾ അവരെ സ്വീകരിക്കാൻ കാരണമായി ഗ്രന്ഥകാരൻ പറയുന്നത് എന്തിനെയാണ്? ജാതിമഹത്വം. വീരപാണ്ഡ്യൻ പട്ടണത്തു നിന്നും തൂത്തുക്കുടിയിലേക്കുള്ള യാത്രയിൽ അവർ നേരിട്ട പ്രധാന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? കഠിനമായ വെയിൽ, തണലില്ലാത്ത വഴി, കാലിൽ തറയ്ക്കുന്ന മുള്ളുകൾ, കള്ളന്മാരെക്കുറിച്ചുള്ള ഭയം.